നമ്മുടെ കൂടെ സമദാനി സാഹിബ് നൗഷാദ് ബാക്കി ഉസ്താദൊക്കെ ചേരുകയാണ്. സംസ്ഥയുടെ സമ്മേളനം 100 വർഷം തികഞ്ഞൊരു സമ്മേളനം. അതെ, ഒരു സംഘടന ഇപ്പോൾ ഈ സംസ്ഥയെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ അടയാളപ്പെടുത്തുന്നു, എങ്ങനെയൊക്കെ സമസ്ത മുന്നോട്ട് പോകുന്നു, അതിൻ്റെ സന്തോഷം എന്താണ് ഈ ഒരു 100 വർഷം തികഞ്ഞൊരു സാഹചര്യത്തിൽ? സമസ്തയുടെ 100-ാം വാർഷികം എന്ന് പറയുമ്പോൾ വലിയൊരു ചരിത്രം, വലിയൊരു പാരമ്പര്യം ഓർക്കുന്ന സന്ദർഭമാണ്. നമ്മളൊക്കെ അടുത്ത കാലത്ത് തന്നെ സമസ്തയുടെ ഈ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള കാലത്തെ ചരിത്രത്തിൽ തന്നെ ചില സമ്മേളനങ്ങളിലും സംരംഭങ്ങളിലൊക്കെ പങ്കെടുത്ത ആളെന്ന നിലയിൽ, പങ്കാളിയായ ആളെന്ന നിലയിൽ എന്നെപ്പോലുള്ളവർക്ക് തന്നെ എത്രയോ വളരെ വളരെ രോമാഞ്ചജനകമായ ഓർമ്മകളാണ്. ഇത്ര വിപുലമായ സമ്മേളനം, ഇത്രയേറെ ആളുകൾ നാനാഭാഗത്ത് നമ്മളെ സഹോദരങ്ങൾ വന്നുകൂടുന്നു, പല സെഷനുകൾ. സമസ്ത എന്നും ഞാനിവിടെ പ്രസംഗത്ത് സൂചിപ്പിച്ച പോലെ സമുദായത്തിലും സമൂഹത്തിലും വളരെ ക്രിയാത്മകമായ നിലപാടെടുത്തു പോന്ന പ്രസ്ഥാനമാണ്. ആ ക്രിയാത്മകമായ നിലപാടിൽ നിന്ന് കൂടുതൽ പ്രസക്തിയുണ്ട്. കാരണം നാട്ടിലും സമൂഹത്തിലും പല രീതിയിലുള്ള സമുദായങ്ങൾക്കിടയിലൊക്കെ വൈരവും വിദ്വേഷമൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ സമസ്ത ഒരു കാലത്തും അങ്ങനെ ഒരു വൈരവിദ്വേഷങ്ങളുടെ ഒരവസ്ഥയിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, എപ്പോഴും മൈത്രിയും പരസ്പര ഐക്യവുമാണ് ഊന്നി പറഞ്ഞത്. സമുദായത്തിനകത്ത് കൂടുതൽ ഐക്യപ്പെടുകയും സമുദായങ്ങൾക്കിടയിൽ കൂടുതൽ മൈത്രി പുലർത്തുകയും ചെയ്യേണ്ട ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് ഈ സമ്മേളനം. ഒരു ആദർശവിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നൊരു പ്രമേയമാണ്. ആ പ്രമേയത്തെക്കുറിച്ച് അല്ല, ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിൽ വളരെ വലിയ ധാർമ്മികമായ, ഞാൻ ഇവിടെ സൂചിപ്പിച്ചിരുന്നു, ധാർമ്മികമായ വലിയ അധപ്പതനം വരുന്നു. നമ്മൾ ഒന്നിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പല സംഗതികളും മഹല്ലത്തുകളിൽ, ഗ്രാമങ്ങളിൽ, പ്രദേശങ്ങളിൽ എരച്ചു കയറുന്നു. മതധാർമ്മിക മൂല്യങ്ങളെ പച്ചക്ക് നിഷേധിക്കുന്ന രീതിയിലുള്ള സംഗതികൾ ഉണ്ടായി വരുന്നു. അത് പല ഓമന പേരിലിട്ട് വരുന്നു. അപ്പോൾ കൂടുതൽ ധാർമ്മികമായിട്ടുള്ള ബോധവും അതിനുവേണ്ടിയുള്ള ജാഗ്രതയും ഉണ്ടാക്കുക എന്നുള്ളതാണ് സമസ്ത ഏത് കാലത്തും ചെയ്തു പോന്നിട്ടുള്ളത്. അത് മഹല്ലത്തിലാണെങ്കിലും സാമൂഹികമാണെങ്കിലും യുവജനങ്ങൾക്കിടയിലാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും അത് കൂടുതൽ പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ.